എനിക്ക് തോന്നുന്നത് ഡോക്ടർ 10-27 കൊല്ലം മുമ്പുള്ള കഥയാണെങ്കിലും കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ലെക്ചറായിരിക്കുമ്പോഴാണ് ശ്വാസകോശ സംബന്ധ ഒരു അസുഖം ബാധിച്ച് അങ്ങയുടെ കുഞ്ഞ് മരിച്ചുപോയത്. ഒരുപക്ഷെ അന്ന് ഡോക്ടറുടെ ശമ്പളം 4000-അടുത്തൊക്കെ ഉള്ളതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ 1,50,000 രൂപ മരുന്നിനൊക്കെ വേണ്ടിയുള്ള സമയത്ത് ചികിത്സയ്ക്കുള്ള പണം അങ്ങേക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ കുഞ്ഞു കൺമുന്നിൽ മരിച്ചു എന്നുള്ളൊരു സങ്കടകരമായ ഒരു ചരിത്രം ഡോക്ടർ മനസ്സിനെ വല്ലാതെ വേട്ടയാടുന്നുണ്ടായിരുന്നു. പിൽക്കാലത്ത് ഒരുപക്ഷെ ഇത്രയും കമ്മിറ്റഡായ ഒരു ഡോക്ടറായി മാറാൻ താങ്കൾക്ക് ഈ സംഭവം പ്രേരകമായോ? തീർച്ചയായിട്ടും അതൊരു വലിയ തിരിച്ചറിവ് കൂടിയാണ്. ഇപ്പം നമ്മുടെ സ്വന്തം നമുക്കുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ ഇവരെല്ലാം നമ്മളെപ്പോലെ തന്നെയുള്ളവരാണ്. അപ്പോൾ വിലയേറിയ ചികിത്സ ആവശ്യമായി വരുമ്പോൾ തൊട്ട് അടുത്തുള്ള ഒരു പണക്കാരനത് ചെയ്യാൻ സാധിക്കുകയും ഇപ്പുറത്തുള്ള ഒരു പാവപ്പെട്ടവനത് നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ കൃത്യമായിട്ട് മനസ്സിലാക്കുവാനും അത് സമൂഹത്തിലെ ഈ അസന്തുലിതാവസ്ഥയ്ക്കെതിരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യണമെന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിൽ, അതാണ് എൻ്റെ നിയോഗമെന്ന് മനസ്സിലാക്കിയ ഒരു സമയവും കൂടിയായിരുന്നു അത്. തീർച്ചയായും അത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ തീരുമാനങ്ങളെയും എൻ്റെ ജോലിയെയും സ്വാധീനിച്ചിട്ടുണ്ട്. ഇത്രയും ഖ്യാതി നേടിയ ഒരു ഡോക്ടർ എന്ന നിലയിൽ തീർച്ചയായിട്ടും കേരളത്തിലെ എത്രയോ 5 സ്റ്റാർ ഹോസ്പിറ്റൽസ് വന്നു കഴിഞ്ഞു. അവിടെയൊക്കെ കണ്ണിൽ അവരുടെ റഡാറിൽ ഡോക്ടർ പെട്ടിട്ടുണ്ടാകും, എനിക്കറിയാം. കാരണം ഡോക്ടർമാർക്ക് കേരളത്തിൽ ചില സർജൻസിനൊക്കെ വാങ്ങിക്കുന്നത് ഇപ്പോൾ 30 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെയും പിന്നെ സർജറിക്കുള്ള കമ്മീഷനൊക്കെ ആയിട്ട് ഒരുപാട് തുക ഈ ഡോക്ടേഴ്സിന് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്, പുറം ലോകം അറിയുന്നില്ലെങ്കിലും. ഈ ഡോക്ടറെ ഒരുപക്ഷെ ഇത്തരം പ്രലോഭനങ്ങളിലൊന്നും വീഴാതെ ഈ സാധാരണക്കാരനെ സേവിച്ച് അവിടെ വരുന്ന മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികൾക്ക് ശസ്ത്രക്രിയ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് തീരുമാനിക്കാൻ ഈ കുഞ്ഞിൻ്റെ മരണമല്ലാതെ ഡോക്ടറെ കമ്മിറ്റ്മെൻ്റ് അല്ലാതെ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു കർഷക കുടുംബത്തിൽ അധ്യാപകൻ്റെ മകനായിട്ട് ജനിച്ച് ഗ്രാമീണ അന്തരീക്ഷത്തിൽ വളർന്ന് നമ്മുടെ നാട്ടുകാരും സുഹൃത്തുക്കളുമായിട്ടുള്ള വലിയ ഒരു സുഹൃത്ത് വലയത്തിലാണ് നമ്മൾ ജീവിച്ച് വളർന്നു വന്നത്. അപ്പോൾ ഞാൻ പഠിക്കുന്ന കാലം തൊട്ടേ അച്ഛൻ പറയും, നിനക്ക് സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. പൈസ എന്നുള്ളത് ഒട്ടും പ്രാധാന്യമുള്ള കാര്യമല്ല, ജീവിക്കാനുള്ള പൈസ വേണം. ബാക്കി കൂടുതലുണ്ടാക്കുന്നതൊക്കെ ബാക്കിയുള്ളവരുടെ സ്വത്ത് നമ്മൾ അക്യൂമുലേറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള പൈസ കിട്ടുക, അത് ജീവിക്കാൻ. പിന്നെ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ നമുക്ക് ഒരു സൈക്കിളിൽ പോയി ജീവിക്കാം, കാറിൽ പോയി ജീവിക്കാം, സ്കൂട്ടറിൽ പോയി ജീവിക്കാം, ആഡംബര കാടുകളിൽ ജീവിക്കാം. അതൊക്കെ നമ്മളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. അത് നമ്മൾ സ്വയം തീരുമാനിക്കുന്നതേ ഉള്ളൂ. അത് ഏതിലും നമ്മൾ കണ്ടൻറ്റഡ് ആകുന്നു, അതിൽ കണ്ടൻറ്റഡ് ആകാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാമ്പത്തികം അല്ലെ പൈസ എന്നുള്ളതിൽ വലിയ അർത്ഥമില്ല എന്ന് എൻ്റെ അച്ഛൻ ആദ്യം ചെറുപ്പത്തിലെ പഠിപ്പിച്ചു തന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടേ ഇല്ല. ഓഫറുകൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഓരോ ഓഫർ വരുമ്പോഴും എൻ്റെ ലക്ഷ്യം അതല്ല, അല്ലെ എൻ്റെ നിയോഗം അതല്ല, ഇത് ചെയ്യുക എന്നുള്ളതാണ്. അത് ഞാൻ ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ.